ശ്രീ സിബി സത്യൻ, നിതേഷ് റാണ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് എ വിജയരാഘവൻ നടത്തിയ പ്രസംഗവുമായി നിതേഷ് റാണയുടെ ഈ വിദ്വേഷ പ്രസംഗം അതിനെ ചേർത്ത് വയ്ക്കുന്ന സംസ്ഥാന കോൺഗ്രസിന്റെ ആ തന്ത്രമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മഞ്ജുഷ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആദ്യത്തെയായിട്ട് എനിക്ക് ശ്രീമാൻ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചൊന്ന് പരാമർശിക്കണമെന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും മുസ്ലിം ഭൂരിപക്ഷം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളെ പാകിസ്ഥാൻ മുക്ക് എന്ന് വിളിക്കുന്നത് അവിടുത്തെ മറ്റു മതസ്ഥർ ചേർന്ന് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പേരാണ്. പക്ഷെ കാലാന്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങൾ തിരിച്ചറിയാനും മറ്റുമായിട്ട് ഈ പ്രദേശങ്ങൾ അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിതീഷ് റാണയുടെ ഈ പ്രസ്താവനയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രമം അങ്ങേയറ്റം പരിതാപകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ആ വിഷയത്തിൽ. ഓക്കെ, ഇനി രണ്ടാമതിലേക്ക് കിടക്കാം. നിതീഷ് റാണെ എന്ന് പറയുന്നത് നാരായൺ റാണയുടെ മകനാണ്. ബാൽ ഠാക്കറെയുടെ അടുത്ത അനുയായിയായിരുന്നു നാരായൺ റാണെ. ഒരു സ്ട്രീറ്റ് സ്മാർട്ട് പൊളിറ്റീഷ്യൻ എന്ന് പറയാവുന്ന ആ സ്ട്രീറ്റ് സ്മാർട്ടിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ അവിശ്വസനീയമായ വേഗത്തിൽ ശിവസേനയുടെ പടികൾ മുകളിലേക്ക് പോവുകയും അദ്ദേഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 1 വർഷം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബാൽ ഠാക്കറെയുമായിട്ട് ഉടക്കി പാർട്ടി വിട്ട് സാധാരണഗതിയിൽ ശിവസേന വിടുന്ന ആൾക്കാരെ ശിവസേനയ്ക്ക് തെരുവിൽ നേരിടുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അങ്ങനെ തെരുവിൽ നേരിടാൻ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് ശക്തനായ ഒരു നേതാവായിരുന്നു നാരായൺ റാണെ. കാരണം അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദത്തിനെ അങ്ങനെ തെരുവിൽ നേരിടാൻ ആരെങ്കിലും വന്നാൽ അതിനെ നേരിടാനുള്ള കരുത്ത് വളരെ കൃത്യമായി ഉണ്ടായത് കൊണ്ട് മാത്രം അദ്ദേഹം വളരെ ശക്തമായി പിടിച്ചു നിന്നു. അദ്ദേഹം കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചു കാലം കോൺഗ്രസിന്റെ കൂടെ പോയി. അതിനുശേഷം അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും പിന്നീട് ആ പാർട്ടി BJP ലയിപ്പിക്കുകയും ചെയ്തു. കൊങ്കൺ മേഖല, അതായത് ബോംബെയിൽ നിന്നും ബോംബെക്കും നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന ആ ഭാഗത്തിനിടയിലുള്ള മൊത്തം കൊങ്കൺ മേഖലയുടെ മുഴുവൻ രാഷ്ട്രീയ രക്ഷകർത്തൃത്വം അവകാശപ്പെടുന്ന ഒരാളാണ് നാരായൺ റാണെ. നാരായൺ റാണയ്ക്ക് 2 മക്കളാണ്, നിതീഷ് റാണെ, നീലേഷ് റാണെ. ഇവർ രണ്ടുപേരും ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ശിവസേന ഷിൻഡെ ടിക്കറ്റിലാണ് മത്സരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ശിവസേന ഷിൻഡെക്കായിരുന്നു സീറ്റ് അവിടെ കിട്ടിയത്. അപ്പൊ അവിടെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരും ജയിക്കില്ല, റാണേമാർ മാത്രമേ ജയിക്കൂ എന്നുള്ളത് കൊണ്ട് നീലേഷ് റാണയെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുകയും നിതീഷ് റാണെ BJP ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഇവർക്കും ഇതുപോലെ വയലന്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉള്ള ആൾക്കാരാണ്. വളരെ അക്രമാസക്തമായി സംസാരിക്കുകയും വളരെ അത്യാവശ്യം ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ട്രീറ്റ് പൊളിറ്റീഷ്യന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ്. അത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കേസ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 8-9 വർഷമെങ്കിലുമായിട്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രചാരണം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്ത് ചെന്നിട്ടും ഈ പറഞ്ഞതുപോലെ കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുക, കേരളം ഭീകരവാദികളുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട്, കേരളത്തിൽ കടുത്ത വർഗീയതയുണ്ട്, കേരളം ഏറ്റവും വലിയ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് തുടങ്ങിയ ഒരുപാട് പ്രചരണങ്ങൾ കുറെ കാലമായിട്ട് BJP പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വൻതോതിലുള്ള ഒരു വിഷപ്രചരണം നടത്തുന്നുണ്ട്. ഈ വിഷപ്രചരണം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഇത്രയും കാലങ്ങളായിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസും CPM-ഉം ചേർന്നാണ്. കോൺഗ്രസും CPM-ഉം ചേർന്നാണ് BJP-യുടെ ഈ വിഷപ്രചരണത്തെ ഇത്രയും കാലമായിട്ട് ചെറുത്തുകൊണ്ടിരുന്നത്. ആ ചെറുത്തുനിൽപ്പിനെ വളരെ ഭീകരമായിട്ട് തകർത്ത് കളയത്തക്ക രീതിയിലാണ് BJP എന്താണോ പറയുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ വരത്തക്ക രീതിയിൽ വിജയരാഘവൻ നടത്തിയ ഒരു പ്രതികരണം. കാരണം വയനാട് പോലൊരു മണ്ഡലത്തിൽ വിജയിക്കുന്നതിന് ഒരു ലീഗ് നേതാവിന്റെ വാക്ക്, അദ്ദേഹം ആരാണെന്ന് ഓർക്കുന്നില്ല ഞാൻ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കടമെടുത്താൽ മുസ്ലിം ഭൂരിപക്ഷ ജനത ഒരു ഹിന്ദുവിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് മതേതരത്വം. അതിനെയാണ് ശരിക്കും ഇവർ വർഗീയത എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കോട്ടയത്ത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ഒരു ക്രിസ്ത്യാനി വിജയിച്ചാൽ അത് വർഗീയതയല്ല. ഇപ്പുറത്തെ തെക്കൻ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് വർഗീയതയാകുന്നില്ല. പക്ഷേ വയനാട് പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്കും ഹിന്ദുവായ പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുമ്പോൾ അത് വർഗീയതയാണ് എന്ന് കാണുന്നത് എന്ത് തരം കാഴ്ചപ്പാടാണ് എന്ന് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിതീഷ് റാണ ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അന്തസ്സത്തെ തകർത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേക സംസ്ഥാനത്തെ മുഴുവൻ ജനതയെയും അണ്ടർമൈൻ ചെയ്യുകയാണ്. വളരെ ഡിറോഗേറ്ററി ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. ഒരു ജനത മുഴുവൻ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു രാജ്യത്തിന്റെയോ സ്ഥലത്തിന്റെയോ പേരായിട്ടാണല്ല കരുതേണ്ടത്.
പാകിസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധമാണ് എന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങളുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഇന്ത്യ വിരുദ്ധമാണ്, അവിടെ ഇന്ത്യ വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ അപമാനപരമായിട്ട് മറ്റൊരു സംഗതിയില്ല. അത് അങ്ങേയറ്റം ഡിറോഗേറ്ററിയാണ്. ഒരു സംസ്ഥാനത്തെ, അതിന്റെ മുഴുവൻ ജനതയെ, അതിന്റെ ചരിത്രത്തെ മൊത്തം അപമാനിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ബി ജെ പിയുടെ സ്റ്റാൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കാലങ്ങളായിട്ട് പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇത് തന്നെയാണ്. കാരണം ഈവൻ മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഭംഗ്യന്തരേണ അമിത്ഷായും ഭംഗ്യന്തരേണ യോഗിയും ഒക്കെ പറഞ്ഞു വെക്കുന്ന കൃത്യമായ ഒരു നിലപാട് ഇത് തന്നെയാണ്. കാരണം കേരളം ഒരു വർഗീയ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ, കാരണം ഇത്രയും മികച്ച ബെഞ്ച് മാർക്കുകളുള്ള, ഇത്രയും എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കേരളത്തിനെ ഈ രീതിയിൽ അപമാനിക്കാനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു കാര്യവുമില്ലാതെ വിജയരാഘവനെ പോലെ ഒരു മുതിർന്ന നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു വന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമല്ല, യാദൃശ്ചികമായി വന്ന രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പോലും ഈ വയനാട്ടിലെ വിജയത്തിനെ, കാരണം വയനാട് എന്തായാലും സി പി എമ്മിന് വിജയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പക്ഷെ അതിനെ സി പി എം അതിനെ പ്രത്യേകിച്ച് വ്യാഖ്യാനം നൽകുന്നുണ്ട്. ശ്രീ സിബി സത്യൻ, സി പി എം അതിനെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI ആണ് ഉദ്ദേശിച്ചത്. അതായത് ഈ വർഗീയ ചേരി എന്ന് ഉദ്ദേശിച്ചത് അവരെയാണ്, അതല്ലാതെ മുസ്ലിങ്ങളെ ആകമാനമല്ല ഉദ്ദേശിച്ചത് എന്നാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമെങ്കിലും CPM നൽകുന്നുണ്ട്. അത് CPMന്റെ നിലപാടാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെയും നിതേഷ് റാണ പറഞ്ഞ ഈ മിനി പാകിസ്ഥാനെയും പണ്ട് മഹാത്മാഗാന്ധി മതമൗലികവാദിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പൊ നമ്മൾ അവരുടെ ന്യായീകരണത്തെ അത്ര സീരിയസ് ആയി കാണേണ്ടതില്ല ഈ കാര്യത്തിൽ. കാരണം ഒന്നാമത്തെ കേസ്, ഈ വർഗീയവാദികൾ എന്ന് ഇവർ വിളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി SDPIയും പലവട്ടം CPMുമായിട്ട് കൂട്ടുകൂടിയവരാണ്. കേരള രാഷ്ട്രീയത്തിൽ ആരും അസ്പൃശ്യരായിട്ടില്ല. കാരണം നമുക്കെല്ലാം ഈ ഇലക്ഷനിയറിംഗ് എന്ന് പറയുന്ന സംഭവം അറിയാം. നിങ്ങൾ പരസ്യമായിട്ട് എന്ത് പറഞ്ഞാലും അവസാനം വോട്ട് പിടിക്കാൻ ഈ പല നേതാക്കന്മാരുടെയും, പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും, പല ലോക്കൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും വീടുകളിൽ രഹസ്യമായി ചെന്ന് കണ്ട് ആ വോട്ടുറപ്പിക്കുന്നതും രാത്രിയിൽ മതഗ്രന്ഥവുമായി പുറത്തിറങ്ങി അതിനകത്ത് കൈവച്ച് സത്യം ചെയ്യിക്കുന്നതും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് പുതുമയൊന്നുമില്ല. അപ്പൊ അതെല്ലാം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഈ പറഞ്ഞ പ്രസ്ഥാനവും. അപ്പൊ അതിന്റെ ഒരു നേതാവ് ഒരു ദിവസം മാറിയിരുന്ന് പെട്ടെന്ന് വിശുദ്ധനാകുന്നതിന്റെ ഉദ്ദേശം വളരെ ഡിഫറന്റ് ആയ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അത് ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. കാരണം ആറ്റിങ്ങിലും ആലപ്പുഴയും അടക്കം ഈ CPMന്റെ ഏറ്റവും വലിയ ഇലക്ഷൻ തന്ത്രങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് മനസ്സിലായത്, കാലങ്ങളായിട്ട് മനസ്സിലാകുന്നത്, എന്ത് സംഭവിച്ചാലും കോർ വോട്ടർമാർ വിട്ടുപോകില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസമായിരുന്നു. പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിലെ ഈഴവ വിഭാഗം അതിശക്തമായി ഒപ്പം നിൽക്കും. അതിന്റെ കൂടെ മുസ്ലിം ഭൂരിപക്ഷത്തെ കൂടെ ആകർഷിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ കാലവും കേരളം ഭരിച്ചു മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു തന്ത്രം, വളരെ കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി CPMന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അതിന് വളരെ ഘടകവിരുദ്ധമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞെട്ടലോടെ CPM വിലയിരുത്തിയത് പാർട്ടിയുടെ കോർ വോട്ടുകൾ വിട്ടുപോകുന്നു എന്നാണ്. അതിനുശേഷം CPM ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, CPM അതിനു മുമ്പ് വരെ നടത്തിയ കുറച്ച് പ്രീണന സ്വഭാവമുള്ള നടപടികളെല്ലാം നിർത്തിവെച്ചിട്ട് അതിശക്തമായിട്ട് ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞത് ഞാൻ പണ്ട് ഒരു പഴയ സംഭവം ഓർക്കുകയാണ്. പണ്ട് സദ്ദാം ഹുസൈൻ അമേരിക്ക തൂക്കിക്കൊന്നപ്പോ ലോകത്ത് ഹർത്താൽ ആചരിച്ച ഒരേ ഒരു രാജ്യം, ഒരേ ഒരു സ്ഥലം കേരളവും, അതിന് നേതൃത്വം നൽകിയത് CPMും ആയിരുന്നു. അപ്പൊ അത് എന്ന് പറയുന്നത്, അത് മറന്നുകൊണ്ട് നമ്മളൊരു കാരണവശാലും നമ്മളതിനെ മുന്നോട്ട് പോകരുത്. കാരണം അത്രമാത്രം രൂഢമൂലമായിട്ട് ഒരു പ്രീണന സ്വഭാവമുള്ള ഒരുപാട് നടപടികൾ CPM മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അവിടുന്ന് പെട്ടെന്ന് കോർ വോട്ട് ബാങ്ക് ചോർന്നു പോകുമ്പോൾ ഒരു വളരെ റിവേഴ്സായിട്ട്, അതിന് വളരെ ഘടകവിരുദ്ധമായിട്ട് അങ്ങേയറ്റവും നിന്ന് കളിക്കുന്ന കളി അത്ര നല്ലതല്ല കേരളത്തിൽ. കോൺഗ്രസും അതിൽ ചില കളികൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഇത്തവണ പ്രിയങ്ക വന്നിറങ്ങിയ സമയത്ത്, അല്ല രാഹുൽ വന്നിറങ്ങിയ സമയത്ത്, ഇത്തവണ ആ സമയത്ത് ലീഗിന്റെ കൊടികൾ മറച്ചിരുന്നു. ലീഗിന്റെ കൊടികൾ കാണാനില്ലായിരുന്നു. കാരണം അത് വടക്കേ മുൻകരുതലായിരുന്നു. അതിനകത്ത് വളരെ രസകരമായ ഒരു സംഗതി കൂടിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗിന്റെ കൊടികൾ വന്നപ്പോൾ ലീഗിന്റെ കൊടികളും കോൺഗ്രസിന്റെ കൊടികളും ഒന്നിച്ചു നിൽക്കുന്ന വീഡിയോകൾ
വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പാകിസ്ഥാൻ അനുകൂലികൾ പാകിസ്ഥാൻ കൊടി ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പോയിന്റ്. കാരണം ലീഗിന്റെ കൊടിക്കും പാകിസ്ഥാന്റെ കൊടിക്കും കുറച്ച് സാമ്യം ഉണ്ടായതുകൊണ്ട്, പച്ച കളറും ചന്ദ്രകലയൊക്കെ ഉണ്ടായതുകൊണ്ട് അത് പാകിസ്ഥാന്റെ കൊടിയാണ്, പാകിസ്ഥാൻ അനുകൂലികളാണ് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമായ ഒരു പ്രചരണം നടന്നു. ആ പ്രചരണത്തിന്റെ ഫലമായിട്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒരു പാകിസ്ഥാൻ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP വളരെ സമർത്ഥമായിട്ട് നടത്തുകയും ചെയ്തു. അതൊരു പരിധി വരെ. കാരണം നമുക്ക് ഓർമ്മയുണ്ടാവും 2019 ഇലക്ഷനിൽ തൊട്ടു മുമ്പ് LOC കടന്നിട്ടുള്ള ഒരു ആക്രമണവും ബാലാക്കോട്ടെ ഒരു അറ്റാക്കും എല്ലാം കൂടി ഒരു മൊത്തത്തിലൊരു തരംഗം ഇന്ത്യയിൽ സൃഷ്ടിച്ച സമയത്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാകിസ്ഥാനൊപ്പമാണ്, പാകിസ്ഥാന്റെ കൊടിയുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യാപക പ്രചരണം. കാരണം നമുക്കിത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ്, പാകിസ്ഥാന്റെ കൊടിയല്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യന്മാരൊന്നും നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത്രയും വിശദമായിട്ട് പരിശോധിച്ച് നോക്കാനും ആരും മെനക്കെടത്തില്ല. ശരിയാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ അത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരത് ബലൂൺ ആക്കിയത്. അതൊരു കേരള പെർസ്പെക്ടീവ് അല്ല, അതൊരു ഇന്ത്യൻ പെർസ്പെക്ടീവിന്റെ ഭാഗമായിട്ട്